അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയും. എന്താണ് അഭിപ്രായത്തെക്കുറിച്ചുള്ള അഭിപ്രായം? വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. നമസ്തേ. ഇന്നത്തെ സബ്ജക്റ്റ് അഭിപ്രായമാണ്. എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അഭിപ്രായത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ നല്ല അഭിപ്രായമാണ്, അല്ല വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്നാൽ അവനവൻ്റെ മനസ്സിലിരിപ്പാണ് അഭിപ്രായം. അവനവന് തോന്നുന്നതാണ് അവനവൻ്റെ അഭിപ്രായം. പ്രീം തർപ്പണേ, എല്ലാവർക്കും തൃപ്തി വരുത്തുന്നതാവണം അഭിപ്രായം. ഇപ്പോഴത്തെ അഭിപ്രായം അങ്ങനെയാണോ? അല്ലേ? തൃപ്തി വരുത്തുന്ന രീതിയിലാണോ നമ്മുടെ അഭിപ്രായം? കേരളത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യവുമുണ്ട്. അഭിപ്രായം ഏത് വിഷയത്തിലും നമ്മൾ അഭിപ്രായം പറയും. മതപരമായും ജാതിപരമായും രാഷ്ട്രീയപരമായും ഏത് വിഷയത്തിലും നമ്മൾ അഭിപ്രായം പറയും. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായം എന്നാണ് അർത്ഥം. ഇപ്പം മതങ്ങളുടെ അഭിപ്രായം പറയുന്നവരുടെ മതങ്ങളുടെ നാടായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം. അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ അഭിപ്രായം എന്നാണെങ്കിൽ നമുക്ക് അഭിപ്രായമല്ല കേൾക്കേണ്ടത്, അറിവാണ് കേൾക്കേണ്ടത്. അറിവ് കേൾക്കാനാണോ നിങ്ങൾക്കിഷ്ടം? അഭിപ്രായം കേൾക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? എന്തായിരിക്കും ഇഷ്ടം? അറിവാണോ നമുക്ക് കേൾക്കേണ്ടത്? അഭിപ്രായമാണോ കേൾക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ അറിവാണോ പറയേണ്ടത്? അഭിപ്രായമാണോ പറയേണ്ടത്? നമ്മൾക്ക് എന്ത് കേൾക്കാനായിരിക്കും ഇഷ്ടം? എന്ത് കേട്ടാലാണ് നമ്മളുടെ നാടിന് പ്രയോജനം ഉണ്ടാവുക? അറിവ് കേൾക്കാനായിരിക്കും പ്രയോജനം. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ അറിവാണ് പറയുന്നതെങ്കിൽ അത് അറിവാണോ അഭിപ്രായമാണോ? നമ്മളൊരു കാര്യം പറയുന്നു, നമ്മളൊരു അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായം പറയുന്നത് അറിവാണെങ്കിൽ അത് അറിവാണോ അഭിപ്രായമാണോ? അത് അഭിപ്രായമല്ല, അത് അറിവാണ്. അല്ലേ? അതല്ലേ സത്യം? അപ്പോൾ അഭിപ്രായം എങ്ങനെയുള്ളതാവണം? നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, ഇച്ചിരി ടഫാണ് മനസ്സിലാകാനായിട്ട്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നു. നമ്മൾ പറയുന്നതാണ് യഥാർത്ഥ അറിവെങ്കിൽ, പരമമായ സത്യമെങ്കിൽ അത് അഭിപ്രായമാണോ അറിവാണോ? അത് അഭിപ്രായമല്ല, അതാണ് അറിവ്. അല്ലേ? അപ്പോൾ അഭിപ്രായത്തിനും അവിടെ പ്രസക്തിയുണ്ടോ? അഭിപ്രായത്തിന് എന്താണ് അവിടെ സ്ഥാനം? അവിടെ സ്ഥാനമില്ല. എന്തിനാണ് സ്ഥാനം? അറിവിനാണ് സ്ഥാനം. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രമാണ്. അറിവ് ശാസ്ത്രമാണ്. ശാസ്ത്രം എങ്ങനെയുള്ളതാണ്? ശാസ്ത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശാസ്ത്രം. എന്തിനു വേണ്ടിയിട്ട്? ശരത്കാലത്തെ, മരണത്തെ, ശരത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ, ശാസ്ത്രത്തെക്കാൾ മുന്നിൽ സഞ്ചരിക്കുന്നതാണ് ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രം എങ്ങനെയാണ്? അറിവ് എങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? പരിണാമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 3G 4G 5G ഇനി ഏത് G വന്നാലും നമ്മളതിനെ സ്വീകരിക്കും. ലോകം പരിണാമത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അറിവിനെ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? നിശ്ചലമാക്കാൻ പറ്റുമോ? ഇല്ല. അറിവ് പരിണമിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം അറിവിനെ പോലും എന്തുണ്ട്? ആ കാലത്തിനനുസരിച്ച് നമ്മളുടെ അറിവുകൾക്കും എന്ത് സംഭവിക്കണം? പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ കാലത്തിനനുസരിച്ച്, ആ സഞ്ചാരത്തിനനുസരിച്ച്, ശാസ്ത്രത്തിൻ്റെ ഗതിക്കനുസരിച്ച് നമ്മളുടെ ചിന്തകൾക്കും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം? പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടെ ശാസ്ത്രചിന്തയും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടും അറിവ് വരുമ്പോൾ. അറിവ് അഭിപ്രായമല്ല, അത് പരമമായ സത്യമാണ്. പരമമായ സത്യം പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പരമമായ സത്യം ശാസ്ത്ര സംബന്ധിയാണ്. അപ്പോൾ നമ്മളുടെ അറിവുകൾ എന്താണ്? ശാസ്ത്ര സംബന്ധിയാണ്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ അറിവാകുമ്പോൾ ആ അറിവ് ശാസ്ത്രമാണ്. അറിവ് പറയുമ്പോൾ അത് അഭിപ്രായമല്ല, അത് ശാസ്ത്ര സംബന്ധിയാണ്. അത് അറിവാണ്, അഭിപ്രായമല്ല, അറിവാണ്. അറിവ് വരുമ്പോൾ മതം ഇല്ലാതാക്കും. ശാസ്ത്രം ഉള്ളപ്പോൾ മതത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അഭിപ്രായത്തിലാണോ വിശ്വസിക്കേണ്ടത്? അറിവിലാണോ വിശ്വസിക്കേണ്ടത്? അറിവാണോ ഷെയർ ചെയ്യേണ്ടത്? അഭിപ്രായമാണോ ഷെയർ ചെയ്യേണ്ടത്? കേരളത്തിൽ എന്താണ് ഷെയർ ചെയ്യപ്പെടുന്നത്? ഇന്ന് എന്താണ് കേരളത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നത്? എന്താണ് പറയൂ? അറിവാണോ അഭിപ്രായമാണോ?
മതമാണോ ഷെയർ ചെയ്യുന്നത് അതെയോ ശാസ്ത്രചിന്തയാണോ ഷെയർ ചെയ്യപ്പെടുന്നത്? ഏത് മതചിന്തയായാലും അത് ശാസ്ത്രീയതയില്ലെങ്കിൽ, അതിൽ അറിവില്ലെങ്കിൽ, അതാണോ നമ്മൾ അഭിപ്രായമായി കൊണ്ട് നടക്കേണ്ടത്, നമ്മുടെ മതമായി കൊണ്ട് നടക്കേണ്ടത് അതാണോ, അതോ അറിവാണോ? അറിവാണെങ്കിൽ ശാസ്ത്രത്തിനൊപ്പം സഞ്ചരിക്കണം. ശാസ്ത്രമാണ് മതങ്ങളുടെ അടിസ്ഥാനമാകേണ്ടത്. ശാസ്ത്രം വളരുമ്പോൾ, ശാസ്ത്രത്തിനൊപ്പം നമ്മൾ ഗമിക്കുമ്പോൾ, ചരിക്കുമ്പോൾ എന്തു മാറും? അഭിപ്രായം ഇല്ലാതാകും. ഇല്ലാതാക്കുന്നതല്ല, ഇല്ലാതാകും. ശാസ്ത്രത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ചരിക്കുമ്പോൾ എന്തില്ലാതാകും? അഭിപ്രായം ഇല്ലാതാകും, മതം ഇല്ലാതാകും. അപ്പോൾ എന്തിൽ വിശ്വസിക്കണം? അറിവിൽ വിശ്വസിക്കേണ്ടി വരും, ശാസ്ത്രത്തിൽ വിശ്വസിക്കേണ്ടി വരും, ശാസ്ത്രത്തിൻ്റെ ആനുകൂല്യത സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ എന്താണ് പ്രസക്തി? നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് ഈ ശാസ്ത്രീയത ഇല്ലെങ്കിലോ? എൻ്റെ അഭിപ്രായം അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് ശാസ്ത്രീയത ഇല്ലെങ്കിലോ? അത് അറിവാകുമോ? അറിവാണ് അഭിപ്രായമെങ്കിൽ അറിവല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് അറിവാണെങ്കിൽ അത് അഭിപ്രായമല്ലല്ലോ, അത് അറിവല്ലേ? ഓക്കെ, നമ്മൾ പറയുന്നത് അറിവാണെങ്കിൽ അത് അഭിപ്രായമല്ലല്ലോ, നമ്മളുടെ അറിവല്ലേ, അത് ശാസ്ത്രസംബന്ധിയല്ലേ. അപ്പോൾ അറിവ് സംസാരിക്കുമ്പോൾ മതത്തിന് എന്താണ് പ്രസക്തി? നമ്മൾ അറിവാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ അഭിപ്രായം എന്തിനാണ്? അതാണ് ചോദ്യം. നമ്മൾ എന്തിനും അഭിപ്രായം പറയുകയാണ്. നമ്മൾ കേരളത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് തന്നെ ജീവിക്കുകയാണ് എല്ലാവരും, മീഡിയ ഉൾപ്പെടെ, രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ. ഡോക്ടേഴ്സും ഇപ്പോൾ അന്ധവിശ്വാസികളാണ്. ഡോക്ടേഴ്സും ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അഭിപ്രായം പറച്ചിലാണ്. വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്? അഭിപ്രായം പറച്ചിലാണ്. ആ അഭിപ്രായമല്ല അറിയേണ്ടതും കേൾക്കേണ്ടതും, ഒന്നും അഭിപ്രായമല്ല, അറിവാണ്. അറിവ് പറയുമ്പോൾ അഭിപ്രായം അവിടെ നിന്ന് പോകും. ശാസ്ത്രത്തിനൊപ്പം സഞ്ചരിക്കാൻ പറ്റാതെ വരും അഭിപ്രായങ്ങൾക്ക്. ആ അഭിപ്രായം പറയുന്നവരുടെ കൂട്ടത്തിലല്ല, അറിവ് പറയുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളും ചെന്ന് നിൽക്കേണ്ടത്, ഞാനും ചെന്നെത്തേണ്ടത്. അപ്പം നമുക്ക് ഒന്നിച്ച് ആ അഭിപ്രായങ്ങളെ വിട്ടിട്ട് അറിവിനൊപ്പം സഞ്ചരിക്കാം, ശാസ്ത്രത്തിനൊപ്പം സഞ്ചരിക്കാം. അങ്ങനെ നമ്മൾ ശാസ്ത്രത്തിനൊപ്പം അറിവിനൊപ്പം സഞ്ചരിക്കുമ്പോൾ ഒന്നുകൂടി അറിഞ്ഞിരിക്കണം, നമ്മളുടെ അറിവുകൾക്കും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞത് അഭിപ്രായമാണോ അതോ അറിവാണോ? ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമല്ല എനിക്കറിയേണ്ടത്, കേൾക്കേണ്ടത് അറിവാണ് കേൾക്കേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും കാണണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഏത് മതത്തിൻ്റെതായ അന്ധവിശ്വാസങ്ങളുടെ വേരോടെ ഉന്മൂലനം ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നല്ല ഇനി എനിക്ക് പറയാൻ പറ്റുക. നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അറിവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം.